നമസ്കാരം. ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിന്റെ നേതാവ്. പക്ഷേ അങ്ങനെയാണ് എല്ലായിടത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം ഷമാ മുഹമ്മദ് എഴുതി വിട്ടിരിക്കുന്നത്. ഞാനൊരു കോൺഗ്രസ് നേതാവാണ്, മാധ്യമ ചർച്ചകളിലടക്കം കോൺഗ്രസിന്റെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ മുൻ KPCC അധ്യക്ഷനായിരുന്ന K സുധാകരനും അതോടൊപ്പം തന്നെ VD സതീശനും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിലെ നേതാക്കളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷമാ മുഹമ്മദിന് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. അത് അന്ന് ഉറപ്പിച്ച് പറഞ്ഞത് മുൻ KPCC പ്രസിഡന്റായ K സുധാകരനാണ്. അത് ഷമാ മുഹമ്മദിന് നമുക്കറിയില്ല, ഷമാ മുഹമ്മദിന് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് ഷമാ മുഹമ്മദ് വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നത്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് K സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിലും അതോടൊപ്പം തന്നെ ദേശീയ തലങ്ങളിലും അടക്കം ഷമാ മുഹമ്മദിന് ഒരു വിലയും കോൺഗ്രസ് കൽപ്പിക്കുന്നില്ല. സ്വാഭാവികമായി മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ പോലെ വാ തുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം വിളമ്പി എയറിലാവുന്ന ഒരു വനിതയാണ് ഷമാ മുഹമ്മദ് എന്ന് പറയുന്നത്. അങ്ങനെ കോൺഗ്രസിൽ ഒരു വിലയും ഇല്ലാതെ ഇങ്ങനെ തേരാപ്പാല നടക്കുന്ന ആ ഷമാ മുഹമ്മദ് രാഹുൽ ഗാന്ധിയെ ഒന്ന് സോപ്പിടാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് ആ വീഡിയോക്കകത്തുള്ള ഉള്ളടക്കം അതേപോലെ ഷമാ മുഹമ്മദ് എടുത്തങ്ങ് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിൽ ഒരു വാക്ക് ഷമാ മുഹമ്മദ് വിഴുങ്ങി. അത് അറിയാതെ വിഴുങ്ങിയതാണോ അതോ മനഃപൂർവ്വം കൊണ്ട് വിഴുങ്ങിയതാണോ എന്നറിയില്ല. 100% മനഃപൂർവ്വം കൊണ്ട് വിഴുങ്ങാനാണ് സാധ്യത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഇതാണ്, ഒരു മതമാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദുക്കളെ കോൺഗ്രസിന് കണ്ണെടുത്താൽ കണ്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം ഹിന്ദുക്കളെ വേണം. അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വലിയൊരു ഭക്തിയൊക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വലിയ ഭക്തിപ്രിയനാണ് എന്നൊക്കെ ഒരു അഭിനയം കാണിച്ചുകൊണ്ട് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും അവിടെ പ്രദക്ഷിണം വയ്ക്കുകയും അവിടെ പോയി ധാരിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. നിലവിൽ താൻ രക്ഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ജനവിഭാഗത്തിൽ നിന്നും ഹിന്ദു സമുദായത്തെ ഒഴിവാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പങ്കുവെച്ച് നേതാവിനെ സോപ്പിട്ട് പതപ്പിക്കാൻ നടത്തിയ ഒരു ശ്രമത്തിൽ ഷമാ മുഹമ്മദ് തന്നെ മൂക്കുകുത്തി താഴെ വീണു. ഹിന്ദുസ്ഥാനിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും രക്ഷിക്കുക എന്നായിരുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ഈ പോസ്റ്റിനൊപ്പമുള്ള വീഡിയോയിൽ പറയുന്നതെങ്കിലും ഷമ അത് എഴുതി വന്നപ്പോൾ ഹിന്ദുവിനെ ഒഴിവാക്കി. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് താൻ ഇന്ത്യയിൽ പലരെയും രക്ഷിക്കുമെന്ന് അവകാശപ്പെട്ട് ഷമാ മുഹമ്മദ് പോസ്റ്റ് ഇട്ടത്. ഞാനിത് എഴുതി നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇന്ത്യക്കാരെ, അതായത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖുകാരായാലും ആദിവാസികളായാലും ദളിതരായാലും ഞാൻ രക്ഷിക്കും. ഇതാണ് ഷമാ മുഹമ്മദ് ഇംഗ്ലീഷിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ്. ഇതോടെയാണ് ഹിന്ദുക്കളെ ഒഴിവാക്കിയോ, എന്താ ഹിന്ദുക്കളെ രക്ഷിക്കില്ലേ, എന്താ ഹിന്ദുക്കളോട് ഇത്ര വെറുപ്പ് തുടങ്ങിയ ചോദ്യങ്ങളുമായി നിരവധി പേർ രംഗത്തെത്തിയത്. അതോടെ ഷമാ മുഹമ്മദിന്റെ ഹിന്ദു വിരോധം തുറന്നു കാണിച്ചിരിക്കുകയാണ് ഷമ തന്നെ.